NCERT MCQ സീരീസിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് 99 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവർ കാണുക, ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം, ഹിമാലയൻ പർവ്വത പ്രദേശത്തെ കാലാവസ്ഥയെയും കുറിച്ചാണ്. ഹിമാലയത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിൽ പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് MCQസോടൊപ്പം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പഠിക്കേണ്ടത് മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവുമാണ്. മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. അപ്പോൾ മധ്യ ഹിമാലയം എന്നത് കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അപ്പോൾ മധ്യ ഹിമാലയത്തെ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗ് പ്രദേശങ്ങളും മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റും നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം ഓർത്തു വയ്ക്കണം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. അപ്പോൾ സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷത എന്താണ്? കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളുമാണ് സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകൾ. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മധ്യ ഹിമാലയമാണ്. ഈ മധ്യ ഹിമാലയം താഴെ പറയുന്നവയിൽ ഏത് പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്? നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏത് ഹിമാലയമാണ്? മധ്യ ഹിമാലയമാണ്. ക്വസ്റ്റ്യൻ, മധ്യ ഹിമാലയത്തിലെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ക്വസ്റ്റ്യൻ, മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ്? സിക്കിമും ഡാർജിലിംഗുമാണ് മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ. ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എ, മധ്യ ഹിമാലയം പൂർണ്ണമായും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. മധ്യ ഹിമാലയം കുറച്ച് ഭാഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ബാക്കി ഭാഗം എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബി, സത്ലജ് മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള മേഖലയാണ് നേപ്പാൾ ഹിമാലയം. ഇതും തെറ്റായ ഓപ്ഷനാണ്. സി, കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള മേഖലയാണ് മധ്യ ഹിമാലയം. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഡി, ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് പൂർവാഞ്ചലാണ്. തെറ്റാണ്. ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത്, ഡാർജിലിംഗിന്റെ കുറച്ച് ഭാഗം എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള മേഖലയാണ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയത്തിന്റെ വേറൊരു പേരെന്താണ്? നേപ്പാൾ ഹിമാലയം എന്നാണ്. ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, മൗണ്ട് എവറസ്റ്റിന് പുറമെ മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന പർവ്വതം ഏതാണ്? കാഞ്ചൻജംഗയാണ്. അപ്പോൾ കാഞ്ചൻജംഗയും മൗണ്ട് എവറസ്റ്റും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ ഹിമാലയത്തിലാണ്. ക്വസ്റ്റ്യൻ, ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. ക്വസ്റ്റ്യൻ, കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും താഴെ പറയുന്ന ഏത് ഹിമാലയൻ മേഖലയുടെ സവിശേഷതകളാണ്? സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയാണ്. അപ്പോൾ കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാലയത്തിലെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ചാണ്. എത്ര പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ MCQസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ 3 ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. നമുക്ക് കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നത് എവിടെ നിന്നാണ്? ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. ഓർത്തു വയ്ക്കണം, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്ന മേഖലയാണ് കിഴക്കൻ ഹിമാലയം. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൻ്റെ വേറൊരു പേരെന്താണ്? അസം ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ പ്രധാന കൊടുമുടി ഏതാണ്? നഞ്ചബർവയാണ്. നഞ്ചബർവയാണ് കിഴക്കൻ ഹിമാലയം അഥവാ അസാം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി. ഉയരം എത്രയാണ്? 7756 മീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 7756 മീറ്റർ ആണ് നഞ്ചബർവയുടെ ഉയരം. ഈ പ്രധാന നദികൾ ഏതൊക്കെയെന്ന് നോക്കാം. ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത്, സുബൻസിരി എന്നിവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമൻ, ലോഹിത്, സുബൻസിരി. ഇനി 2 പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില ചുരം. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില ചുരവും മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന തിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? തിഫു ആണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോണ്ടില ചുരമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ഏത് നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്? ഏതാണ്? ടീസ്റ്റ നദിയാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറവാണ് എന്തിന്? കിഴക്കൻ ഹിമാലയത്തിന്. അപ്പോൾ ഏത് നദി മുതലാണ്? ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ, കിഴക്കൻ ഹിമാലയം താഴെ പറയുന്നവയിൽ ഏത് പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? അസം ഹിമാലയം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ, അസം ഹിമാലയം എന്നറിയപ്പെടുന്ന കിഴക്കൻ ഹിമാലയത്തിലെ ഒരു പ്രധാന കൊടുമുടി ഏതാണ്? നഞ്ചബർവയാണ്. അപ്പോൾ അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നഞ്ചബർവ. നഞ്ചബർവ കൊടുമുടി ഉയരം എത്രയാണ്? 7756 മീറ്റർ ആണ്. അപ്പോൾ നഞ്ചബർവയുടെ ഉയരം 7756 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബ്രഹ്മപുത്ര, കാമൻ കിഴക്കൻ ഹിമാലയത്തിലെ നദികളാണ്. ലോഹിത്തും സുബൻസിരിയും കിഴക്കൻ ഹിമാലയത്തിലെ നദികളാണ്. ഇവിടെ സിന്ധു, ചിനാബ് ഇത് എവിടുത്തെ നദികളാണ്? കാശ്മീർ ഹിമാലയത്തിലെ നദികളാണ് സിന്ധു, ചിനാബ് അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ നദികളാണ് സിന്ധുവും ചിനാബും. ലോഹിത്തും കാമങ്ങും കിഴക്കൻ ഹിമാലയത്തിലെ നദികളാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി സിന്ധു, ചിനാബാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ നദികളാണ് സിന്ധുവും ചിനാബും. ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഓപ്ഷൻ ബി ബോണ്ടില ചുരമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിലെ പ്രധാന ചുരം ഏതാണ്? തിഫു ആണ്. തിഫു ചുരമാണ് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ കാണപ്പെടുന്ന താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമഘട്ടക്കുന്നുകൾ, പൂർവാചൽ കുന്നുകൾ, ആരവല്ലി മലനിരകൾ, നീലഗിരി കുന്നുകൾ. പഠിച്ചതിന് ശേഷം നമുക്ക് ആൻസർ ചെയ്യാം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പൂർവാചൽ കുന്നുകൾ എന്താണ്? ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് പൂർവാചൽ കുന്നുകൾ കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ
പൂർവാചൽ കുന്നുകളുടെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമാണ്. ഓർത്തു വയ്ക്കണം, പൂർവാചൽ കുന്നുകളുടെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഉയരം. ഇതിനെ പൂർവാചൽ കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. പട്കായ്ബു, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. അപ്പോൾ പൂർവാചൽ കുന്നുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പട്കായ്ബു, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രോം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൂർവാചൽ കുന്നുകൾക്കിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രോം എന്നീ പ്രദേശങ്ങളും പൂർവാചൽ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൂർവാചൽ മേഖലയിലെ ഒരു കുന്നിൻ പ്രദേശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ, റൂട്ട് ബ്രിഡ്ജസ് ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പ്രദേശത്തെ മനുഷ്യ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. അപ്പോൾ മേഘാലയയിലെ വേരുകൊണ്ടുള്ള ഈ പാലത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കെയ്മുൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. അപ്പോൾ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കെയ്മുൾ ലഞ്ചാവോയാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ഏത് സ്റ്റേറ്റിലാണ്? മണിപ്പൂർ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം ഏത് സ്റ്റേറ്റിലാണെന്നും ചോദിക്കാം. എവിടെയാണ്? മണിപ്പൂർ സ്റ്റേറ്റിലാണ്. ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പൊംഡി. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന തുരുത്തുകളെ അറിയപ്പെടുന്ന എന്താണ്? പൊംഡി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൊംഡി തുരുത്തുകളുടെ പ്രത്യേകത എന്താണ്? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് എന്ത്? പൊംഡി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പൊംഡികൾ ചേർന്നതാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. അപ്പോൾ ഈ പൊംഡികൾ ചേർന്നതാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. എന്താണ് പൊംഡികൾ? സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പൊംഡികൾ ചേർന്നതാണ് കെയ്മുൾ ലഞ്ചാവോ. പൊംഡി എന്നാൽ എന്താണ്? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പൊംഡികൾ. ഈ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. ഇമ്പോർട്ടൻ്റ് ആണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസാർ പട്ടികയിൽ ഇടം നേടുന്ന ഇടം കൂടിയാണ് ഇത് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ കാണപ്പെടുന്ന താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? പൂർവാചൽ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: പൂർവാചൽ കുന്നുകൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്? എത്രയാണ്? 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഉയരം. പൂർവാചൽ കുന്നുകളുടെ ഉയരം 500 മുതൽ 3000 മീറ്റർ വരെ. പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മലനിരകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ്: നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. നാഗ കുന്നുകളും മിസോ കുന്നുകളും മണിപ്പൂർ കുന്നുകളും പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മലനിരകളാണ്. അപ്പോൾ പൂർവാചൽ കുന്നുകളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 500 മുതൽ 3000 മീറ്റർ വരെയാണ്. പ്രധാനപ്പെട്ട കുന്നുകൾ ഏതൊക്കെയാണ്? മലനിരകൾ: നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ക്വസ്റ്റ്യൻ: ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രാം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളുടെ ഭാഗമായാണ്? പൂർവാചൽ കുന്നുകളുടെ ഭാഗമാണ് മൗസിൻഡ്രോമും ചിറാപുഞ്ചിയും. ക്വസ്റ്റ്യൻ: പ്രസിദ്ധമായ കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാണ്? മണിപ്പൂരാണ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏതാണ്? ലോക്തക് തടാകമാണ്. അപ്പോൾ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? പൊംഡി എന്നാണ് അറിയപ്പെടുന്നത്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെ അറിയപ്പെടുന്ന പേരാണ് പൊംഡി. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. അപ്പോൾ അത് തെറ്റാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ബി: സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയെ ലോക്തക് തടാകത്തിലെ പൊംഡികൾ ചേർന്നതാണ് കെയ്മുൾ ലഞ്ചാവോ ദേശീയോദ്യാനം. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ ഫുണ്ടികൾ എന്നാൽ തടാകത്തിന്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടുകളാണ്. അത് തെറ്റാണ്. ലോക്തക് തടാകം ഒരു ഉപ്പുവെള്ള തടാകമാണ്. അതല്ല, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ക്വസ്റ്റ്യൻ: ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻസ്: പ്രദേശത്തിന്റെ ജനസംഖ്യയും വിസ്തീർണവും, സമുദ്രത്തിൽ നിന്നുള്ള ദൂരവും കാറ്റിന്റെ ദിശയും, അതാത് പ്രദേശത്തിന്റെ ഉയരവും ഭൂപ്രകൃതിയും, അവിടുത്തെ മണ്ണും സസ്യജാലങ്ങളും. പഠിച്ചതിന് ശേഷം ആൻസർ നോക്കാം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് ഇനി പഠിക്കേണ്ടത്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണ്? അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ മിതോഷ്ണ കാലാവസ്ഥ എവിടെയാണ് അനുഭവപ്പെടുന്നത്? താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലുമാണ് മിതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയായിരിക്കും, ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്ന എവിടെയാണ്? ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്ന എവിടെയൊക്കെയാണ്? സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലുമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നത്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിലുള്ള മഴ എങ്ങനെയാണ് ലഭിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അപ്പോൾ അതിനാലാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? പ്രദേശത്തിന്റെ ജനസംഖ്യയും വിസ്തീർണവും. തെറ്റാണ്. സമുദ്രത്തിൽ നിന്നുള്ള ദൂരവും കാറ്റിന്റെ ദിശയും. അത് തെറ്റാണ്. അതാത് പ്രദേശത്തിന്റെ ഉയരവും ഭൂപ്രകൃതിയും അനുസരിച്ചാണ്. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതാത് പ്രദേശത്തിന്റെ ഉയരവും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ്. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകമായി പ്രവർത്തിക്കുന്നത് ഹിമാലയ പർവ്വതവും അതിൻ്റെ തുടർ പർവ്വതങ്ങളുമാണ്. അപ്പോൾ ഇതാണ് ശരിയായ ഓപ്ഷൻ. ഇവിടെ ഹിമാലയ പർവ്വതനിരകൾ ഇന്ത്യയുടെ തെക്കേ അതിരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. പർവ്വതങ്ങളുടെ ഉയരം കാലാവസ്ഥയെ യാതൊരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഇതും തെറ്റായ ഓപ്ഷനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകമായി പ്രവർത്തിക്കുന്നത് ഹിമാലയ പർവ്വതവും അതിൻ്റെ തുടർ പർവ്വതങ്ങളുമാണ്. ക്വസ്റ്റ്യൻ: താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഏതാണ്? മിതോഷ്ണ കാലാവസ്ഥയാണ്. അപ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥ മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ സാധാരണയായി എന്താണ് അനുഭവപ്പെടുന്നത്? കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമാണ്. അപ്പോൾ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ സാധാരണയായി അനുഭവപ്പെടുന്ന എന്താണ്? കുറഞ്ഞ താപനിലയുമായിരിക്കും ശൈത്യ കാലാവസ്ഥയുമാണ് ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: ധ്രുവസമാനമായ തീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക മേഖല ഏതാണ്? ഏതാണ്? ലഡാക്ക് മേഖലയാണ്. അപ്പോൾ ധ്രുവസമാനമായ തീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന മേഖലയാണ് ലഡാക്ക് മേഖല. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലയടിവാരങ്ങളിൽ ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്.
ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിബാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയും ആയിരിക്കുമെങ്കിലും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. പർവ്വതങ്ങളുടെ ഉയരം മാറുന്നതനുസരിച്ച് കാലാവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. അത് തെറ്റാണ്. ലഡാക്ക് മേഖലയിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതും തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിബാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. പിന്നെ ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും പ്രധാനമായി ലഭിക്കുന്ന മഴ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. അപ്പോൾ സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും പ്രധാനമായി ലഭിക്കുന്ന മഴ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. ക്വസ്റ്റ്യൻ: മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തപ്പെടുന്നത് മൂലം വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പീഠഭൂമി ഏതാണ്? മേഘാലയ പീഠഭൂമിയാണ്. അപ്പോൾ മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തപ്പെടുന്നത് മൂലം വടക്കു കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പീഠഭൂമിയാണ് മേഘാലയ പീഠഭൂമി. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകൾ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ മഴ നൽകുന്നില്ല. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. ബി. സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. ഇവിടെ പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടാറുള്ളത് എന്നതാണ് കൊടുത്തത്. അപ്പോൾ അത് തെറ്റായ ഓപ്ഷനാണ്. മേഘാലയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ്. അപ്പോൾ അതും തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകൾ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ മഴ നൽകുന്നില്ല. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. ബി. സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. ഇവിടെ പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടാറുള്ളത് എന്നതാണ് കൊടുത്തത്. അപ്പോൾ അത് തെറ്റായ ഓപ്ഷനാണ്. മേഘാലയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ്. അപ്പോൾ അതും തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സിബാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഇത്രയും ടോപ്പിക്സ് പാർട്ട് 4ലാണ് പഠിക്കുന്നത്. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും SCERT ജിയോഗ്രഫി എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SCERTയുമായി ബന്ധപ്പെട്ട ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും SCERT MCQ സീരീസ് എന്ന കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്